ഫുട്ബോളും ക്രിക്കറ്റുമൊക്കെ നിറഞ്ഞു നിന്ന മൈതാനത്താണ് ഈ അവധിക്കാലത്ത് കുതിരക്കുളമ്പടി ശബ്ദമുയർന്നത്. സുൽത്താൻ ബത്തേരി ഓടപ്പള്ളം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഗോത്ര വിദ്യാർത്ഥികൾക്ക് കുതിരസവാരിയിൽ പരിശീലനം നൽകിയത്. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാർത്ഥികൾക്കായിരുന്നു പരിശീലനം. ഹൂവ്സ് ഹെവൻ റൈഡിംഗ് ക്ലബ്ബാണ് സൗജന്യമായി കുട്ടികളെ സവാരി പഠിപ്പിച്ചത്. ഇവരുടെ തന്നെ റോക്കി, റൂബി എന്നീ കുതിരകളെയാണ് ഇതിനായി എത്തിച്ചത്. വിദഗ്ധ പരിശീലനം നേടിയ ബബിത അഗസ്റ്റിൻ, ഷിയോൺ അലി, സൂര്യ, വിഷ്ണു എന്നിവരാണ് രാവിലെയും വൈകിട്ടുമായി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പല ഇനങ്ങളിലും കുട്ടികളെ എത്തിക്കുക എന്നതുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് പുറമെ അക്കാദമികേതര പ്രവർത്തനങ്ങളിലും പലതരത്തിലുള്ള സ്കില്ലുകൾ കുട്ടികൾക്ക് വളർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഒരു ഹോഴ്സ് റൈഡിംഗ് പരിശീലനം കൂടി കുട്ടികൾക്ക് നൽകാൻ ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥികളുടെ കുതിരസവാരി പരിശീലനം നാട്ടുകാർക്കും പുതുമയുള്ള കാഴ്ചയായി. മാതൃഭൂമി ന്യൂസ്, വയനാട്. ശരിയാണ്, കുറച്ച് കൗതുകവും രസകരവുമായ അനുഭവങ്ങൾ തീർച്ചയായും സ്കൂളുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ അത് വലിയ വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ കമൽ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ട് കൂടുതൽ കുട്ടികൾ അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നല്ലൊരു അവധിക്കാല അനുഭവം കൂടിയാണ് കുട്ടികൾക്ക്, അല്ലേ? വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ കുതിരസവാരി സൗജന്യമായി പഠിക്കാൻ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളത് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പഠിക്കുക എന്നുള്ളത്. അത് ഹൂസ് ഹെവൻ റൈഡിംഗ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ, അത് അവർ ഒരു സർക്കാർ സ്കൂളിൽ ഗോത്ര വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പരിശീലനം കൊടുക്കാൻ തീരുമാനിക്കുന്നു. വളരെ നല്ല ഒരു കാര്യം. പ്രത്യേകിച്ച് സ്കൂൾ അധികൃതരെ സംബന്ധിച്ച് ഗോത്ര വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് ആകർഷിക്കാനും അതുപോലെ അവരെ അവിടെ നിലനിർത്താനും ഒക്കെയുള്ള ഒരു കാര്യം കൂടിയായാണ് അവർ ഇതിനെ കണക്കാക്കിയത്. അങ്ങനെയാണ് ഈ പരിശീലനം നടന്നതും. പ്രത്യേകിച്ച് വയനാട്ടിലെ ഈ ഗോത്ര വിഭാഗ വിദ്യാർത്ഥികൾക്കിടയിൽ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വളരെ വ്യാപകമാണ്. മുൻപ് അത് വലിയ രീതിയിലുണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പൊതുപ്രവർത്തകരും അധ്യാപകരും എല്ലാം ഇടപെട്ട് വളരെ അതിൻ്റെ ഒരു നിരക്ക് കുറച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ചില വിദ്യാർത്ഥികളെങ്കിലും സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന സ്ഥിതിയുണ്ട് ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ഈ ഇത്തരം പരിശീലനങ്ങളും കായിക മത്സരങ്ങളുമൊക്കെ ഇത്തരം കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാനും സ്കൂളിൽ തന്നെ നിലനിർത്താനും സഹായിക്കുമെന്ന കണക്കുകൂട്ടലാണ് വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ ഉള്ളത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു റൈഡിംഗ് ക്ലബ്ബ്, ഒരു കൂട്ടായ്മ ഗോത്ര വിദ്യാർത്ഥികളെ കുതിരസവാരി സൗജന്യമായി പഠിപ്പിക്കാൻ മുന്നോട്ട് വരുന്നത്. സ്കൂൾ അധികൃതർ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചും ഒരു കൗതുക കാഴ്ചയാണ്. കുട്ടികൾ ഗ്രൗണ്ടിലൂടെ, നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നിറഞ്ഞു നിന്ന ഗ്രൗണ്ടിൽ കുതിരക്കുളമ്പടി ശബ്ദം കുട്ടികൾ വ്യത്യസ്തമായ അനുഭവം കുട്ടികൾക്ക് സമ്മാനിക്കുക. കമൽ പറഞ്ഞ പോലെ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും തടയുന്ന നിലയിലേക്ക് വരട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് വരൂ, ഉദയം നിങ്ങളെ കാത്ത് ഒരുപാട് ഇത്തരം കാഴ്ചകളുണ്ട് എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ശരി കമൽ.